പ്രവർത്തനം നിലച്ച പാറമടകൾ ജലസേചനത്തിനായി പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുമായി ഒരു പഞ്ചായത്ത് മുന്നോട്ട് വന്നു. ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെയാണ് വയനാട് അമ്പലവയൽ പഞ്ചായത്ത് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. തലങ്ങും വിലങ്ങും പാറമടകളുള്ള പ്രദേശമാണ് അമ്പലവയൽ പഞ്ചായത്ത്. നിയന്ത്രണം വന്നതോടെ ഇവ അടച്ചുപൂട്ടേണ്ടി വന്നു. കത്തുന്ന വേനലിലും ജലസമൃദ്ധിയുടെ ഇടങ്ങളാണിപ്പോൾ ഈ പാറമടകൾ. ഇവിടെ സംഭരിക്കപ്പെട്ട വെള്ളം ഫലപ്രദമായി വിനിയോഗിക്കാനാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ഇവിടെ കോറികൾ 33 കോറികളുണ്ടായിരുന്നു. പലപ്പോഴും അപകട സാധ്യത വലിയ രൂപത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുക, ആളുകൾ മരണപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെറുകിട ജലസേചന വകുപ്പ്, ഹരിത കേരള മിഷൻ എന്നിവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം ജലസേചനത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി ആലോചിച്ചത്. വേനലിൽ കൃഷിക്കായി വെള്ളം ഉപയോഗിക്കാനാണ് പദ്ധതി. വെള്ളമെത്തിക്കാൻ കനാലുകളെ പ്രയോജനപ്പെടുത്തും. ഇതുവഴി കിണറുകളിൽ ജലനിരപ്പ് ഉയരും. സ്വാഭാവികമായും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയും. ഇവിടുത്തെ ചെറുകിട തോടുകളിലേക്ക് വെള്ളം ഇവിടുത്തെ കൽവർട്ട് മുഖാന്തരം നമുക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിയും. അങ്ങനെ പോകുമ്പോൾ ആ പ്രദേശത്ത് പൂർണ്ണമായും കൃഷിക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് വെള്ളം പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിലെല്ലാം അപകടം പതിയിരിപ്പുണ്ട്. ആളുകൾ പാറമടകളിൽ വീണുള്ള അപകടങ്ങളും ഈ പദ്ധതിയോടെ ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. മാസം ഫെബ്രുവരി ആയിട്ടുള്ളൂ. കാടും നാടും ഒരുപോലെ വരണ്ടുണങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ. ഈ സാഹചര്യത്തിലാണ് ഇത്തരം പദ്ധതികൾക്ക് പ്രസക്തിയേറുന്നത്. പ്രകാശൻ പള്ളത്തിനും ആകാശ ദൃശ്യങ്ങൾ പകർത്തിയ സോബിൻ വൈഡ് മീഡിയയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.